ഘട്ടമായിട്ടാണ് ഈ റോഡ് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞത്. പക്ഷേ അവരുടെ ഒരു ആഗ്രഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറിങ് വേണ്ട, കട്ട് തന്നെ ടൈല് തന്നെ വിരിക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യം. അതായത് അവിടെ ഇവർ പറയുന്ന ടൈലാകുമ്പോഴേക്കും സൈഡൊക്കെ മാക്സിമം വീതി കിട്ടിയിട്ട് ഈ റോഡുകളൊക്കെ മനോഹരമാക്കാൻ കഴിയും. അതുകൂടാതെ തന്നെ സഞ്ചാരയോഗ്യമാകുന്ന മാത്രമല്ല, റോഡിൻ്റെ വീതി കൂട്ടുന്നു, വളരെ ഭംഗിയായിട്ട് അത് നിലനിന്ന് പോകും. ഇവിടെ പ്രത്യേകിച്ച് ഒരു വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാറിങ്ങൊക്കെ ഒരു 5 വർഷം അത് മെയിൻ്റെനൻസ് നടത്തുക എന്ന് പറയുന്നത് ഇനി വരുന്ന കാലങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 വാർഡിൻ്റെയും കൂടെ, അതായത് ഈ 11-ാം വാർഡിൻ്റെയും 13-ാം വാർഡിൻ്റെയും കൂടെ ഫണ്ടുകളാണ് ഈ റോഡിന് വേണ്ടിയിട്ട് 3 ഘട്ടമായിട്ടാണ് വിനിയോഗിച്ചത്. ഈ വർഷത്തെ ഫണ്ട് കൂടെ വെച്ചിട്ടാണ് ഈ പണി പൂർത്തീകരിച്ചത്. വളരെ മനോഹരമായിട്ട് ഈ പണി പൂർത്തീകരിക്കാൻ കഴിയും, സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയും. അതിന് ഈ നാട്ടുകാരുടെ സഹകരണം ഏറ്റവും വലിയതാണ്. കാരണം വെച്ചാൽ റോഡൊക്കെ കുത്തിപ്പൊളിച്ചിട്ട് കഴിഞ്ഞാൽ അറിയാം എന്തുമാത്രം പരാതികളായിരിക്കും, അവരുടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന്, അങ്ങനെ നിരവധി പ്രശ്നങ്ങളായിരിക്കും. പക്ഷെ ഇതൊന്നുമില്ലാതെ തന്നെ ഇവിടെ ഈ റോഡ് വർക്ക് പൂർത്തീകരിച്ചതിൻ്റെ കരാറുകാരനും കൂടാതെ തന്നെ ഇവിടെയുള്ള നാട്ടുകാർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ റോഡ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ ഈ റോഡ് ഇവിടെ മത്സരിക്കാൻ വന്നപ്പോൾ തന്നെ ഈ റോഡ് തകർന്ന് ഒരുവിധം പൈപ്പിന് ഒഴിച്ചൊക്കെ മോശമായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ റെസിഡൻസിൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഈ റോഡ് നന്നാക്കി തരണമെന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഫണ്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇപ്പോൾ വാർഡിലേക്ക് കിട്ടുന്ന ഫണ്ട് ഒരു വർഷം, ആദ്യത്തെ വർഷമൊക്കെ 10 ലക്ഷം രൂപ ഒരു വാർഡിലേക്ക് അനുവദിക്കുമായിരുന്നു. പിന്നെ അത് കുറഞ്ഞ് 2 ലക്ഷം രൂപയ്ക്കാണ് ഈ കഴിഞ്ഞ വർഷമൊക്കെ ഓരോ വാർഡുകളിലേക്ക് അനുവദിച്ചത്. 2 ലക്ഷം രൂപയാണ്. അപ്പോൾ 2 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു 50 മീറ്റർ കട്ട വിരിക്കാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ കണ്ടീഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ വലിയൊരാവശ്യമായിരുന്നു റെസിഡൻസിൻ്റെ ഈ റോഡ് നന്നാക്കണം. നമുക്ക് ആഗ്രഹമുണ്ട് റോഡുകൾ നന്നാക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഭാഗ്യത്തിന് നമുക്ക് കിഫി ഫണ്ടിൽ നിന്ന്, അതായത് നമ്മുടെ റോഡ് പൊളിച്ചതിന് നമ്മൾ പൈപ്പ് കിഫിക്കാരൻ നമ്മുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ പൈപ്പ് ഇട്ടത്. അപ്പോൾ അതിന് റോഡ് പൊളിച്ചതിൻ്റെ ചാർജായിട്ട് പിഴയായിട്ട് നമുക്ക് 2.25 കോടി രൂപ പഞ്ചായത്തിലേക്ക് അനുവദിച്ച് കിട്ടി. അതിനകത്തുനിന്ന് നമുക്ക് ഭൂരിഭാഗം പൈസയും ശരിക്കും കിട്ടിയെന്ന് 2.25 കോടി രൂപ കിട്ടിയെന്ന്. ഈ റോഡിന് 25 ലക്ഷം രൂപ കിട്ടി, അപ്പുറത്തെ റോഡിന് 30 ലക്ഷം രൂപ കിട്ടി. അങ്ങനെയാണ് ഈ 2 റോഡുകളും, ഈ പ്രദേശത്തെ ആൾക്കാർ കൂടുതൽ സഞ്ചരിക്കുന്ന 2 റോഡുകളും നമുക്ക് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അത് ഈ പ്രദേശത്തുള്ള ബാക്കിയുള്ള മെമ്പർമാരൊക്കെ അതിൽ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു. ഇത്രയും പൈസ തുണത്തക്കടവിലേക്ക് മാത്രം അനുവദിച്ചതിനാണ് ഞങ്ങളുടെ വാർഡുകളിലൊക്കെ റോഡ് ചെയ്യാനുണ്ടെന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ആ റോഡും തകർന്നു കിടക്കായിരുന്നു, ഈ റോഡും തകർന്നു കിടക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ ജാൻസി മെമ്പർ പറഞ്ഞുള്ള ഇത് ടാറിങ്ങിനാണ്. ടാറിങ്ങായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് 25 ലക്ഷം കൊണ്ട് ഈ റോഡ് തീർക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ടെൻഡറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് പരാതികൾ റെസിഡൻസിൻ്റെ നേതൃത്വത്തിൽ വന്നത്. ഇത് ടൈല് വിരിച്ചാൽ മതി, റോഡ് പൊക്കണം, ടൈല് വിരിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പെട്ടെന്നൊന്നും തീരുമില്ല, ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. എന്നാലും ആദ്യത്തെ ഘട്ടത്തിൽ 25 ലക്ഷം രൂപ വർക്ക് ഇവിടം വരെ പൂർത്തീകരിച്ച്, 2ാം ഘട്ടത്തിൽ പിന്നെ ജാൻസി മെമ്പറുടെ വാർഡിലേക്ക് അനുവദിച്ച പൈസയും 13-ാം വാർഡിൻ്റെ പൈസയും കൂട്ടിവെച്ച് കഴിഞ്ഞിട്ട് റോഡ് പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ കാന വേണമെന്നും പറഞ്ഞ് കുറേ ഒരാക്ഷേപം വന്നു. എന്നാൽ അങ്ങനെ കാന ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ കാന പണിത്. അത് കഴിഞ്ഞ് അവിടുത്തെ കാനമണി കഴിഞ്ഞാൽ റോഡ് പണി തുടങ്ങാൻ പോയപ്പോൾ പറഞ്ഞ് ഇവിടെയും കാന വേണം, ഇങ്ങോട്ട് നീട്ടണം, ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ടണമെന്നും പറഞ്ഞ് ഈ ഭാഗത്തുള്ളവർ അതിലും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ കാന പണിയിട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങോട്ടേക്ക് കാന നീട്ടി. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടുകൾ അത്ര കുറഞ്ഞ്, മൊത്തം അനുവദിച്ച ഫണ്ടിൽ നിന്ന് കാനയ്ക്കുള്ള ഫണ്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി റോഡിന് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പുറത്തെ റോഡിലും കാനയാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്, ആ ഒരു കഷ്ണം കൂടി അത് ഒഴിവായി. അപ്പോൾ ഇനി അടുത്ത വർഷങ്ങളിൽ ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിനകത്തുണ്ടായ കാലതാമസം. അപ്പോൾ ജാൻസി മെമ്പറുടെ വാർഡിലെ പൈസയും എൻ്റെ വാർഡിലെ പൈസയും പിന്നെ കിഫി ഫണ്ടും കൊണ്ടാണ് ഈ ഒരു വർഷത്തെ ഫണ്ട് വെച്ച്, പിന്നെ കഴിഞ്ഞ വർഷത്തെ ഈ വാർഡിലേക്ക് കിട്ടിയ ഫണ്ട് മുഴുവൻ ഫണ്ടും കാനയ്ക്കുള്ള ഒരു 1.5 ലക്ഷവും അല്ലാതെ ഒരു 2 ലക്ഷം രൂപ കൂടി വെച്ചിട്ടാണ് ഈ റോഡ് പണി ഇത്രയും മനോഹരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ റെസിഡൻസിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം പൂർത്തീകരിക്കാൻ സാധിച്ചാൽ ഏറ്റവും വലിയ സന്തോഷം. അതോടൊപ്പം നിങ്ങൾ തന്ന പിന്തുണ. ഒരു വർക്ക് ചെയ്യാൻ വരുമ്പോൾ പല തടസ്സങ്ങൾ വരും, പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവരുടെയും സഹകരണം ഉണ്ടായി, അതിനെല്ലാവരോടും പ്രത്യേകം നന്ദി. ഈ കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരി നന്ദിയുണ്ട്. അതുപോലെ ഇവിടുത്തെ റെസിഡൻസും ഒത്തിരി നല്ല പിന്തുണയാണ് ഞങ്ങൾക്കൊക്കെ തന്നിരുന്നത്. അതിന് റെസിഡൻസിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഈ റോഡ് 2 കൊല്ലം മുമ്പ് ഞങ്ങൾ എസ്റ്റിമേറ്റ് എടുത്ത് പോകുമ്പോൾ ടാറിങ് ആയിരുന്നു ഇവിടെ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അത് വേണ്ട, കട്ട മതി എന്ന് പറഞ്ഞ് കുറച്ച് പേര് അവിടെ വരികയും അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കട്ട വിരിക്കാൻ ആരംഭിച്ചതാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയടിക്ക് കട്ട വിരിച്ച് കിട്ടില്ല, അതുകൊണ്ട് തന്നെ താമസം എടുക്കും, കിട്ടുന്ന ഫണ്ട് കൊണ്ട്
കിട്ടുന്ന അവിടം വരെ കട്ട വിരിക്കും എന്ന് പറഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളിന്ന് ഈ റോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കുറച്ച് ഭാഗം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അത് അടുത്ത ഫണ്ടിൽ നമ്മൾ ചെയ്യുന്നതും ആയിരിക്കും. ബഹുമാനപ്പെട്ട പോളി മെമ്പറും ജാൻസി ടോമിയും മെമ്പറൊക്കെ ഒരു ടാർ ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾ ഒരു പ്രതിഷേധമായിട്ട് തന്നെ വന്നായിരുന്നു. കാരണം നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അത് ഒരു പ്രതിഷേധമായിട്ട് വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു കട്ട വിരിച്ചാൽ മതി. അപ്പോൾ മെമ്പർ പറഞ്ഞു അധികം വിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ മതി, അത്രയും വിരിച്ചാൽ മതി, ബാക്കിയുള്ളത് അടുത്ത ഫണ്ടിൽ മതി എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നുള്ളൂ എന്നുള്ളൊരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങളുടെ ഈ ഭാഗത്ത് ഈ മഴ പെയ്യുമ്പോൾ നേരത്തെ ആ ഭാഗത്തൊക്കെ മഴ പെയ്തപ്പോഴൊന്നും യാതൊരു വെള്ളക്കെട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. അതിന് പ്രധാന കാരണം ഇവിടുത്തെ കാണ റെഡിയാക്കിയതാണ്. കാരണം ഈ റോഡിന് ലെവലായിട്ട് തന്നെ ഒരു കാണ ഇവിടെ ഉണ്ട്. ഈ കാണ ഉള്ളതുകൊണ്ട് ഈ ഭാഗത്ത് വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ഇതുവരെ ഇനിയും ബാധിക്കുന്നില്ല. ആ രീതിയിൽ ഭംഗിയായിട്ടാണ് റോഡ് ചെയ്തിരിക്കുന്നത്. ഇനിയുമുള്ള റോഡുകളും ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സാധിക്കും. റോഡ് ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം പല സ്ഥലങ്ങളും റോഡുണ്ടാക്കും, കുറച്ചെല്ലാം വെള്ളക്കെട്ടും പിന്നെ റോഡ് പൊളിക്കേണ്ടി വരും. ഈ അവസ്ഥയിൽ നിന്നും വളരെ വിഭിന്നമായ രീതിയിൽ വരാപ്പുഴ പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്ന കഴിഞ്ഞ ഭരണസമിതി വളരെ ഭംഗിയായിട്ട് ഈ കൈകാര്യം ചെയ്തു. അത് നേതൃത്വം കൊടുത്ത നമ്മുടെ വരാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ പോളി മെമ്പർ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല റോഡ് കിട്ടി. നമ്മുടെ വടക്കൻ റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാവിധ നന്ദിയും എല്ലാവർക്കും നൽകുകയാണ്. അതോടൊപ്പം